ദൈവമേ നിൻ അറിവാലെ ഹൃദയം നിറയ്ക്കുകേ, ജീവനാം നിൻ കൃപയാലെ ആത്മകൾ തുറക്കുകേ. ദൈവജ്ഞാനം സൃഷ്ടജ്ഞാനം ഭക്തി സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിന്റെ കണ്ണതും. The fragrance of surrender, സമർപ്പണത്തിന്റെ സുഗന്ധം. 4 സുവിശേഷങ്ങളിലും നാം കാണുന്ന ഒരു സംഭവമാണ് ബഥാനിയയിലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ വളരെ വിലപിടിപ്പുള്ള തൈലം യേശുവിന്റെ ശരീരത്തിൽ ഒഴിക്കുന്നത്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്ത്രീ ലാസറിന്റെയും മാർത്തയുടെയും സഹോദരിയായ മറിയയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിന്റെ സുവിശേഷം ദ ഗോസ്പൽ ഓഫ് ലവ് എന്ന പേര് അന്വർത്ഥമാകും വിധം യോഹന്നാന്റെ സുവിശേഷത്തിൽ 57 തവണയാണ് സ്നേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ലവ് ദാറ്റ് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ്, ലവ് ദാറ്റ് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ്. പെസഹായ്ക്ക് 6 ദിവസം മുൻപാണ് ഈ ഫീസ്റ്റ് നടന്നതായി നാം വായിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ പെസഹ കുഞ്ഞാടിനെ തന്നെ ലാസർ ഇവിടെ അറുത്തിട്ടുണ്ടാകാം പാകം ചെയ്യുന്നതിനായി. കാരണം തന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവാണ് ഇവിടെ വന്നിരിക്കുന്നത്. But Lazarus thinks that his duty is over with that. എന്നാൽ മറ്റാരും, യേശുവിന്റെ ശിഷ്യന്മാർ പോലും മനസ്സിലാക്കാത്ത ഒരു സത്യം മറിയ തിരിച്ചറിയുന്നു. യേശു ഏറ്റവും അടുത്ത് തന്നെ അറുക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന സത്യം. യേശുവിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് മറിയ കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ഇവിടെ കൂട്ടി വായിക്കുകയാണ് ചെയ്യുന്നത്. മറ്റാരും യേശുവിന് നൽകാത്ത ഒരു സ്ഥാനം, ഒരു മാനം യേശുവിന് മറിയ നൽകുന്നു. യേശുവിനെ ഒരു രാജാവിനെ പോലെ, ഒരു പ്രവാചകനെ പോലെ, ഒരു പുരോഹിതനെ പോലെ, അറുക്കപ്പെടുവാനുള്ള ഒരു കുഞ്ഞാടിനെ പോലെ മറിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. Her love for Jesus was so deep that she was able to see Jesus' imminent death. Love that breaks jars. Love that breaks jars. ഒരു വീട്ടിൽ, ഒരു ഫാമിലിയിലെ 3 സിബ്ലിങ്സ് ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ വീട്ടിൽ എന്തൊക്കെ സാധനമുണ്ട് എന്നതിനെ പറ്റി 3 പേർക്കും ഒരു ഗ്രാഹ്യമുണ്ടായിരിക്കും. All 3 would be aware about the most precious and valuable things in the household. Yet, even Lazarus didn't think about giving Jesus the most expensive gift. But Mary breaks it and pours it on Jesus. This is true submissive love. ചില സമയങ്ങളിൽ നമ്മുടെ ചിന്ത യൂദാസിനെ പോലെയാണ്. Love that prepares for farewell. Love that prepares for farewell. സാധാരണ മരണശേഷം അടക്കത്തിന് മുൻപ് ശരീരം മുഴുവൻ സുഗന്ധ തൈലം പൂശും. അതുകൊണ്ട് തന്നെ ഈ തൈലത്തിന്റെ മണം എന്ന് പറയുന്നത് മരണത്തിന്റെ മണം, or it is the scent of death. So when Mary breaks the jar, the scent of death spreads in this household. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറിയ യേശുവിനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സുഗന്ധ തൈലം പൂശുന്നതിന് വേണ്ടി സ്ത്രീകൾ പോകുമ്പോൾ ആ കൂട്ടത്തിൽ മറിയ പോകുന്നതായി നാം വായിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? It is because she had already done it when he was alive in body as a farewell gift for him. Do we even have a portion of Mary's love for Jesus? May this question ponder and linger in our hearts every day of our life. മറിയയ്ക്ക് യേശുവിനോടുണ്ടായിരുന്ന ആഴമായ സ്നേഹം നാം മാതൃകയാക്കേണ്ടതാണ്. Lent season calls us to love like Mary. Love with a love that no one understands, with a love that prepares for farewell, and with a love that breaks jars. നമ്മുടെ ജീവനെ, നമ്മളെ തന്നെ പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ
നമുക്ക് സാധിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ദ ഫ്രേഗ്രൻസ് ഓഫ് സറണ്ടർ. ആമേൻ.